സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നാം ഇന്ന് പുണ്യമായ നോൻപുകാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ധ്യാനിച്ചുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി അവിടുത്തെ മഹിമയുടെ ഉത്ഥാനത്തിലേക്ക് നാം നടന്നെടുക്കുകയാണ്. അവിടുത്തെ സ്വരം ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് എന്നുള്ള സങ്കീർത്തനത്തോടു കൂടിയാണ് ഇന്നത്തെ വചന സന്ദേശം ഇവിടെ ആരംഭിക്കുന്നത്. യേശു പഠിപ്പിക്കുകയാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനുള്ള ആഹ്വാനം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവിൻ, മറ്റുള്ളവർ നിങ്ങളോട് എപ്രകാരമാണ് ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അപ്രകാരം അവരോട് അനുവർത്തിക്കുവിൻ. നീ ബലിയർപ്പണത്തിനായി ബലിവേദിയിലേക്ക് എത്തുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും നീരസം തോന്നുന്നെങ്കിൽ ബലിവസ്തു ബലിപീഠത്തിനരികെ വെച്ചിട്ട് സഹോദരനുമായി രംഗപ്പെട്ടതിന് വന്നതിന് ശേഷം ബലിയർപ്പിക്കുവിൻ എന്ന് യേശു പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന യേശുവിനോട് പത്രോസ് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ എന്ന് പത്രോസ് ചോദിക്കുകയാണ്. യേശു പറയുകയാണ് 70 പ്രാവശ്യം ക്ഷമിക്കുമെന്ന്. ക്ഷമയ്ക്ക് ഒരു കണക്ക് വെക്കണ്ട. എപ്പോഴൊക്കെയാണ് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുക അപ്പോഴൊക്കെ ശ്രമിക്കുവാൻ ശ്രമിക്കണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള പ്രാർത്ഥന നിരന്തരമായി ചെല്ലുന്നവരാണ് നാം. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ആദ്യത്തെ 3 വാക്യങ്ങള് സ്തുതിപ്പിന്റെ വാക്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മളെ കുറെ ഉത്തരവാദിത്വവും ആ വാക്യങ്ങളിലുണ്ട്. ദൈവത്തിന്റെ തിരുനാമം പൂജിതമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അവിടുത്തെ രാജ്യം പണിതുയർത്തേണ്ടതും നമ്മൾ തന്നെയാണ്. അവിടുത്തെ തിരുമനസ് സ്വർഗത്തിൽ എപ്രകാരമാണോ അപ്രകാരം നമ്മളിലും ആയിരിക്കുവാനായിട്ടുള്ള ആഹ്വാനമാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ നാം ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുക: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ എപ്രകാരമാണ് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് അപ്രകാരം ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഞാൻ എപ്രകാരമാണ് മറ്റുള്ളവരോട് ക്ഷമിച്ചത്, ഞാൻ എപ്രകാരമാണ് മറ്റുള്ളവരോട് കരുണ കാണിച്ചത്, ഞാൻ എപ്രകാരമാണ് മറ്റുള്ളവരോട് പെരുമാറിയത്, അപ്രകാരം പിതാവേ അവിടുന്ന് എന്നോട് കരുണയായിരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ യേശു നമ്മളോട് വീണ്ടും അടുത്ത വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ മറ്റുള്ളവരോട് തെറ്റുകൾ ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ചിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. വീണ്ടും അവിടെ നിന്ന് അടുത്ത വചനം നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ലെന്ന് യേശു അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിങ്ങളെ അധിക്ഷേപിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. ഗാഗുൽത്താ മലയിൽ കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട്, ആകാശത്തിന്റെയും ഭൂമിയുടെയും മധ്യയെ തൂങ്ങിക്കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പിതാവേ അവരോട് പൊറുക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന യേശുനാഥൻ.